അയാക്സിന്റെ വെള്ളയും ചുവപ്പും കുപ്പായത്തിൽ യൂറോപ്പിനെ മുൾമുനയിൽ നിർത്തിയ ആ 21-കാരൻ കാറ്റലോണിയയുടെ മണ്ണിൽ പറന്നിറങ്ങുമ്പോൾ അത് വെറുമൊരു ട്രാൻസ്ഫർ ഡീൽ മാത്രമായിരുന്നില്ല. ബാല്യകാലത്ത് താൻ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു. യെസ്, പറഞ്ഞു വരുന്നത് ഫ്രങ്കി ഡിയോങ്ങിനെ കുറിച്ചാണ്. ക്യാമ്പ് നൗവിലെ ഗാലറിയിലിരുന്ന് തന്റെ ആരാധനാപാത്രമായ മെസ്സിയുടെ മാന്ത്രികത കണ്ട് കണ്ണു നിറച്ച ഡച്ച് ബാലനെ കുറിച്ച്. മൈതാനങ്ങളിൽ അവൻ കാട്ടിയ സമർപ്പണം ബാഴ്സ ആരാധകരെ അതിവേഗം പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നതാണ് കണ്ടത്. കറ്റാലൻ ക്ലബ് അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ക്ലബിനൊപ്പം ഉറച്ചു നിന്നവരിൽ പ്രധാനിയായിരുന്നു ഡിയോങ്. മധ്യനിരയിൽ കളിമെനയാനും ടീമിന്റെ വിജയത്തിനായി വിയർപ്പൊഴുക്കാനും അയാൾ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. പലരും ബാഴ്സ വിട്ട് പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോയപ്പോൾ താൻ പ്രണയിച്ച ബാഡ്ജിനോടും ആരാധകരോടുമുള്ള സ്നേഹം അയാൾ കാത്തുസൂക്ഷിച്ചു. യൂറോപ്പിലെ മുൻനിര ക്ലബ്ബുകളിൽ നിന്നെത്തിയ മോഹിപ്പിക്കുന്ന ഓഫറുകളെല്ലാം നിഷ്കരണം തള്ളിക്കളയാനായിരുന്നു ഡിയോങ്ങിന്റെ തീരുമാനം. താൻ ഇവിടെ സന്തോഷവാനാണെന്നും ദീർഘകാലം ഇവിടെ തുടരാനാണ് ആഗ്രഹമെന്നും പലകുറി തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ സമീപകാലത്തായി ബാഴ്സക്കും ഫ്രങ്കി ഡിയോങ്ങിനും ഇടയിൽ സംഭവിച്ചത് എന്താണ്? ഹാൻസി ഫ്ലിക്കിന്റെ ഗുഡ് ബുക്കിൽ നിന്ന് ഡച്ച് മിഡ്ഫീൽഡർ പുറത്തായത് എങ്ങനെ പരിശോധിക്കാം. പരിക്കിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് നിലവിൽ താരത്തിനും ക്ലബിനും ഇടയിലുള്ള അകലം വർദ്ധിപ്പിച്ചത്. കാലിനേറ്റ ഇഞ്ചുറിയിൽ മെഡിക്കൽ സംഘം നിർദ്ദേശിച്ച ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ ഡച്ച് മിഡ്ഫീൽഡർ തയ്യാറല്ലെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഡിയോങ്ങിന്റെ പരിക്കിൽ യാതൊരു പുരോഗതിയും കൈവരിക്കാത്തതിൽ ബാഴ്സ അധികൃതർ കടുത്ത നിരാശയിലാണ്. ലോകകപ്പിന് ശേഷം ഡിയോങ് കാറ്റലോണിയയിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ താരവും ക്ലബിന്റെ മെഡിക്കൽ ടീമും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും നടന്നിരുന്നു. സർജറി മാത്രമാണ് ശാശ്വത പരിഹാരമെന്നാണ് ക്ലബ് മെഡിക്കൽ സംഘത്തിന്റെ നിലപാട്. മടങ്ങിയെത്തി 6 ആഴ്ച പിന്നിട്ടിട്ടും യാതൊരു മാറ്റവുമില്ലാത്തതും ക്ലബ്ബ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടി. അപ്പോഴും സർജറി ആവശ്യമില്ലാത്ത തെറാപ്പി അടങ്ങിയ നോൺ ഇൻവേസീവ് ചികിത്സാ രീതി തെരഞ്ഞെടുക്കാനാണ് ഡിയോങ് താൽപ്പര്യപ്പെട്ടത്. ഇത് ബാഴ്സ അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചികിത്സ വഴി ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കുറഞ്ഞത് 4 മുതൽ 6 മാസം എടുക്കുമെന്നാണ് കരുതുന്നത്. ഇതോടെയാണ് താരവും ഫിറ്റ്നസ് ടീമും തമ്മിലുള്ള ഭിന്നത മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. ബാഴ്സലോണയിൽ പുതിയ സീസണിനായി തയ്യാറെടുക്കുന്ന ഹാൻസി ഫ്ലിക്കും ഈ സാഹചര്യത്തിൽ ഒട്ടും സംതൃപ്തനല്ലെന്നും വാർത്തകൾ പ്രചരിച്ചു. മെഡിക്കൽ തർക്കങ്ങൾ മാത്രമല്ല നിലവിൽ ഡിയോങ്ങിനും ക്ലബിനുമിടയിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ 12 മാസമായി ഡച്ച് മിഡ്ഫീൽഡറുടെ സമീപനത്തിൽ ക്ലബിനുള്ളിൽ വേറിട്ട പോർമുഖം തുറന്നിരുന്നു. പോയ സീസൺ അവസാനം മുതലാണ് അത് പാരമ്യത്തിലേക്ക് എത്തിയത്. 2025-26 സീസണിന്റെ അവസാന മത്സരങ്ങളിൽ ഡിയോങ് പൂർണ്ണ ശ്രദ്ധ നൽകിയില്ലെന്ന വിമർശനം നേരത്തെ തന്നെ ബാഴ്സക്കുണ്ട്. ഫിറ്റ്നസ് ടീം ഗ്രീൻ സിഗ്നൽ നൽകിയിട്ടും ചാമ്പ്യൻസ് ലീഗിലെ സുപ്രധാന മത്സരത്തിലടക്കം കളത്തിലിറങ്ങാൻ ഡിയോങ് മടി കാണിച്ചു. നെതർലൻഡ്സ് ടീമിനൊപ്പം ലോകകപ്പിൽ കളിക്കുക എന്നതിനായിരുന്നു താരം മുൻഗണന നൽകിയതെന്നും ക്ലബ് വൃത്തങ്ങൾ കരുതുന്നു. ഫ്രങ്കി ഡിയോങ്ങിന് പകരം മാർക്ക് ബെർണാൽ, ഗാവി തുടങ്ങിയ യുവതാരങ്ങളെയാണ് ഫ്ലിക്ക് പ്രധാനമായും ഉപയോഗിച്ചത്. സീസണിലെ അവസാന 2 ലീഗ് മത്സരങ്ങളിലും താരം ഇറങ്ങിയില്ല. തൊട്ടു പിന്നാലെ റൊണാൾഡ് കുമാരെ ഡച്ച് ടീമിനൊപ്പം ചേരാനായിരുന്നു താരത്തിന്റെ തീരുമാനം. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും ലോകകപ്പിൽ ഡച്ച് ടീമിനായി ഡിയോങ് ഭൂരിഭാഗം മിനിറ്റുകളും കളത്തിലിറങ്ങിയത് ബാഴ്സലോണ മാനേജ്മെന്റിനെ ചൊടിപ്പിച്ചു. വിശ്വമേളയ്ക്ക് പിന്നാലെ പരിക്കുകളോടെയായിരുന്നു താരം സ്പെയിനിൽ മടങ്ങിയെത്തിയത്. സീസൺ ആരംഭിക്കാനിരിക്കെ ഇഞ്ചുറി ക്ലബ് പ്ലാനിങ്ങിനെ ബാധിക്കുന്നതായി മാറി. ഇതെല്ലാം ക്ലബിനുള്ളിലെ അന്തരീക്ഷം മോശമാക്കി. മാഞ്ചസ്റ്റർ സിറ്റി താരം റോഡ്രിക്കായുള്ള ബാഴ്സലോണയുടെ കൊണ്ടുപിടിച്ചുള്ള ശ്രമവും ഫ്രങ്കി ഡിയോങ്ങിന്റെ റോൾ തുലാസിലാക്കുമെന്ന കാര്യം തീർച്ചയാണ്. സാമ്പത്തിക ഫെയർ പ്ലേ നിയമങ്ങൾ മറികടന്ന് റോഡ്രിക് ക്യാമ്പ് നൗവിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ മധ്യനിരയിൽ ഡിയോങ്ങിന്റെ സ്ഥാനം വീണ്ടും ചോദ്യം ചെയ്യപ്പെടും. പരിക്ക് മാറിയെത്തിയാലും താരത്തിന് സ്ഥാനം നിലനിർത്താൻ കടുത്ത മത്സരം തന്നെ നേരിടേണ്ടി വരും. ഹാൻസി ഫ്ലിക്കിന്റെ വിശ്വാസം വീണ്ടെടുക്കുക എന്നതും ശ്രമകരമായ ദൗത്യമാകും. ഇതോടെ ബാഴ്സലോണയിലെ ഡിയോങ്ങിന്റെ അവസാന സീസൺ ആയിരിക്കാം ഇതെന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചുറി നിലനിൽക്കുന്നതിനാൽ നിലവിലെ സാഹചര്യത്തിൽ താരത്തിന് ക്ലബ്ബ് മാറാൻ കഴിയില്ല. എന്നാൽ ചികിത്സയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഡിയോങ്ങിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ വേഗത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. താരം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നെങ്കിൽ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ 29-കാരനെ വിറ്റഴിക്കാൻ സാധ്യതയും കൂടുതലായിരുന്നു. ശസ്ത്രക്രിയ വേണമെന്ന ക്ലബിന്റെ ആവശ്യം നിരസിച്ചതുവഴി ക്ലബ്ബുമായുള്ള യുദ്ധത്തിനുള്ള സാധ്യത കൂടിയാണ് ഡിയോങ് തുറന്നിടുന്നത്. ലാ ലീഗയും UCL അടക്കം എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ഇതുവരെ 297 മത്സരങ്ങളിലാണ് ഫ്രങ്കി ഡിയോങ് ബാഴ്സ ജേഴ്സി അണിഞ്ഞത്. നേടിയത് 20 ഗോളുകൾ. മധ്യനിരയിൽ പ്രസ് റെസിസ്റ്റന്റ് മിഡ്ഫീൽഡറായി തുടരുമ്പോഴും നിർണായക ഗോളും ആ ബൂട്ടിൽ നിന്ന് പിറന്നിരുന്നു. 2021 കോപ്പ ഡെൽ റേ ഫൈനലടക്കം നമ്മളത് കണ്ടതുമാണ്. നിലവിൽ ക്ലബിൽ ഉരുണ്ടുകൂടിയ സാഹചര്യം മാറി ബാഴ്സക്കും ഡിയോങ്ങിനും ഇടയിൽ മഞ്ഞുരുകുമോ? അതോ വലിയ സ്വപ്നത്തോടെ കറ്റാലൻ മണ്ണിലിറങ്ങിയ താരത്തിന് നിരാശയുടെ പടിയിറക്കമാണോ കാത്തിരിക്കുന്നത്?